നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് സോമനാഥ ക്ഷേത്രം ഒരു ദേശീയ വിഷയം ആയിരുന്നില്ല. പക്ഷേ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലത്ത് അയോധ്യയിലെ രാമക്ഷേത്രം അതൊരു ദേശീയ വിഷയമായി മാറിയിട്ടുണ്ട്. കാരണം ആ നിർമ്മാണ ചുമതല തന്നെ ഏറ്റെടുത്ത് നടത്തിയത്, അതിൻ്റെ പരികർമ്മിയായത്, അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തിയത് എല്ലാം ഒരു പൂജാരിയുടെ വേഷത്തിൽ തന്നെ വന്ന പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും ഇതിനൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. സാധാരണഗതിയിലാണെങ്കിൽ മിഥുൻ വിജയകുമാർ പറഞ്ഞ കുറേ കാര്യങ്ങളോട് നമുക്ക് യോജിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അയോധ്യയിലെ രാമക്ഷേത്രം എന്നത് അത് ഭരണകൂടത്തിന്, സ്റ്റേറ്റിന്, ഗവൺമെൻറ്റിന് വെറുതെ നിസ്സാരമായ വൈകാരികമായ ബന്ധം മാത്രമല്ല, സാമ്പത്തികമായ ബന്ധം പോലുമുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്ര വലിയ ഒരു കവർച്ച അത് നടന്നിരിക്കുന്നു, അത് ലോകത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു എന്ന് വരുമ്പോൾ അത് പാർലമെൻറ്റിൽ അയോധ്യയെ സംബന്ധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്നു. അതുപോലെ ഈ വിഷയവും അവിടെ ചർച്ചയ്ക്ക് വരുന്നതിൽ ഒരു അപാകതയുമില്ല. അവിടെ ഒരു ചർച്ച അല്ലെങ്കിൽ വിശദീകരണം ആവശ്യമുണ്ട് എന്ന് ആവശ്യപ്പെടുന്നതിനുള്ള അവകാശം അത് പ്രതിപക്ഷത്തിനുമുണ്ട്. പക്ഷേ അയോധ്യ മാത്രമായി അത് പരിമിതപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ ഈ ചർച്ച പോലും അങ്ങനെ പരിമിതപ്പെട്ടു പോകാൻ പാടില്ലാത്തതാണ്. കാരണം പാർലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനം, വർഷകാല സമ്മേളനം നാളെ ആരംഭിക്കുമ്പോൾ എത്രയോ സുപ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കവിടെ അവതരിപ്പിക്കാനുണ്ട്, വിശദീകരണം കിട്ടാനുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനെല്ലാം ഈ വാതിൽ അടച്ചുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം പാർലമെൻറ്റിൽ ചർച്ച ചെയ്യും, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മാത്രം അവിടെ സംസാരം ഉണ്ടായാൽ മതി എന്ന രീതിയിലാണ് ഈ സമ്മേളനം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അതിനാണ് സാധ്യത വളരെ കൂടുതൽ. കാരണം നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ പാർലമെൻറ്റിൻ്റെ സ്ഥാനം വളരെ വലുതാണ്. ഓരോ പാർലമെൻറ്റ് സമ്മേളനവും പ്രധാനപ്പെട്ടതാണ്. പണ്ടൊക്കെ ഒരു പാർലമെന്റ് സമ്മേളനത്തിന്റെ തലേന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല ശ്രീ സെബാസ്റ്റ്യൻ പോൾ. അതിന്റെ ഒരു സൂചന കൂടിയാണല്ലോ ഇന്നിപ്പോൾ സർവകക്ഷി യോഗത്തിലേക്ക് വിമത എംപിമാരെ ക്ഷണിച്ചതുപോലും.